ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. അമ്മ ആ എന്താ പറ്റിയടി? അമ്മ ലേറ്റായി അമ്മ. ഇനി അമ്മ ഇനി അയ്യോ ഇവിടെ ഇരിക്കാറിയാം. എന്ത് പറ്റിയടി? എന്ത് പറ്റി പ്രിയ? അമ്മ ലേറ്റായി, വേഗം എണീ. അയ്യോ പ്രിയ പറഞ്ഞേക്ക്, ലേറ്റായിട്ടാ അമ്മ, ലേറ്റായി പ്ലീസ് അമ്മ, എണീ. ഷോ എന്ത് പറ്റി പ്രിയ? അമ്മ പ്ലീസ് അമ്മ. പ്രിയ എനിക്ക് തലവേദന, നിനക്ക് ഡിന്നറല്ലേ റെഡി, നീ അത് പോയി കൈ. അമ്മ അയ്യോ പ്രിയ പറഞ്ഞേക്ക്. ചെറിയമ്മ പോ കിടന്നു പറഞ്ഞു. അങ്ങനെ സാഡായിട്ട് വന്നു. സാഡായിട്ട് ഫുഡെല്ലാം കഴിച്ചു, എല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് കോളേജിൽ പോയി. ഉമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രിയാൻ്റെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പുതിയൊരു കണ്ടുപിടിച്ച് എന്നെ ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞത്. ചേട്ടാ എന്ത് പറ്റി പ്രിയ? എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല, നീ എന്ന് പോയിക്കോ. ചേട്ടാ എന്നെ ഹീറോയിൻ്റെ ചേട്ടൻ ഒന്ന് കണ്ടുപിടിച്ചായിരുന്നു. ചേട്ടാ അത് എന്താ ചേട്ടാ കണ്ടുപിടിച്ചത്? ഞാനൊന്നും കണ്ടുപിടിച്ചത് താ നോക്ക്. ചേട്ടാ ഇതെന്താ? ഇത് ഒരു ഹീറോയിൻ്റെ ചേട്ടൻ ഒരു ഡോക്ടറാണ്. പുതിയ മരുന്നെല്ലാം കണ്ടുപിടിക്കൂ. ചേട്ടാ ഇതെന്ത് മരുന്ന്? ഇതൊരു മരുന്ന്, ഇത് കഴിച്ചാൽ നമുക്ക് ഇതെന്ന്, ഇത് നല്ല മരുന്നാണ്. ഇത് കഴിച്ചാൽ നമുക്ക് ഫുൾ നമുക്ക് ഫുൾ പറഞ്ഞാൽ നമുക്ക് എന്ത് അസുഖം വന്ന് ഫുൾ ക്ലിയർ ആവും. വേഗം പനി വന്ന് വേഗം ഗുണമാവും. ഇതൊരു 2 സ്പൂൺ കഴിച്ചാൽ മതി, അപ്പോൾ വേഗം ഗുണവും. ചേട്ടാ ഒരു സ്പൂൺ കഴിച്ചാൽ വലിയ ഒരു 2 സ്പൂൺ കഴിക്കണം. അതന്നെ ഓരോ നാൾക്കും എത്ര സ്പൂൺ കഴിച്ചാൽ അത് ബേബിക്ക് 1 സ്പൂൺ കൊടുത്താൽ 2 സ്പൂൺ കുറച്ച് ഫീവർ ഉണ്ടാവും. 1 സ്പൂൺ കഴിച്ചാൽ അത് വേഗം ഗുണമാകും. 2 സ്പൂൺ കഴിച്ചാൽ വേഗം ഗുണവും. ചേട്ടാ ഇത് ഫീവർ വേഗം പോവും. ചേട്ടാ നന്നായിട്ടുണ്ട് ചേട്ടാ. ചേട്ടാ ഇതെന്ത് മരുന്ന്? അയ്യോ അത് തൊടരുത്. അതെന്ത് മരുന്ന്? അതാ ചേട്ടാ കാതിൽ കുസു കുസു പറഞ്ഞ്. അതെ ചേട്ടാ അത് നീ കണ്ടുപിടിച്ച? എൻ്റെ ഫ്രണ്ടിക്ക് വേണമായിരുന്നു. അവരെ വൈഫ് പറഞ്ഞ. ചേട്ടാ അങ്ങനെ പറയാൻ പറ്റില്ല. വൈഫ് പറഞ്ഞു ജ്യൂസ് ഇത് വൈന് അത് ചോദിക്കാം, അതുകൊണ്ടാണ് അത് കുടിച്ച് ബോധാൻ വേണ്ടിയിട്ട്, അതൊക്കെ വേണ്ടി അങ്ങനെ പറഞ്ഞു. റൊമാൻസ് ചെയ്യാനിരിക്കാണ് നിങ്ങൾ. അവൾക്ക് അത് കൊടുത്ത പ്രശ്നമില്ല. അതെന്തിനാ? വൈന് കുടിക്കാതിരിക്കാനാ അത് കൊടുക്കുന്നത്. ഇത് കഴിച്ചാൽ കൂടുതൽ ഇതാവല്ലേ? ഇല്ലപ്പാ, 2 സ്പൂൺ കഴിച്ചാൽ വൈന് കുടിക്കണം നിൽക്കും. പിന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ ചെയ്യാൻ പോവും. വൈനിൻ്റെ നേവൊന്നും ഉണ്ടാവില്ല. ഇത് ടാബ്ലറ്റ് അല്ല, ഇത് ടാബ്ലറ്റ് അല്ല, ഇത് കഴിച്ചാൽ ഹെൽത്ത് നല്ലതാണ്. ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞായിരുന്നു. ശരി ചേട്ടാ, ശരി അമ്മ നീ പോയിക്കോ. ശരി ചേട്ടാ. അങ്ങനെ ഹീറോ ഇറങ്ങി വന്നു. ഇവന് മാത്രമേ ഉള്ളൂ ഏതൊരു ചേട്ടനോടെ. അങ്ങനെ ഹീറോ ചേട്ടൻ നോക്കുമ്പോൾ ഡാൻസ് കളിക്കായിരുന്നു. ചേട്ടാ എന്തടി? അല്ല, ഹീറോയിൻ്റെ ചേട്ടനായിരുന്നു, 3ാമത്തെ ചേട്ടനായിരുന്നു. ഫസ്റ്റ് ചേട്ടന് ഒരു ഡോക്ടറാണ്. 3ാമത്തെ ചേട്ടനോട് ചേട്ടാ എന്നൊരു ചേട്ടൻ എവിടെ? അവനെന്തോ പുതിയതെന്തോ കണ്ടുപിടിച്ചല്ലോ, പോടാ ഇരിക്കാം. ഈ ചേട്ടനൊക്കെ ഫസ്റ്റ് ചേട്ടൻ ലൂസ് പറഞ്ഞ് മൊത്തം ചേട്ടനക്ക് അതിനാട്ട് ജ്യൂസ്. ചേട്ടാ എൻ്റെ ചെല്ലക്കുട്ടി വന്നോ, ഇതാ നിനക്ക് ഗിഫ്റ്റ്. ചേട്ടാ ഇതെന്താ? അതല്ല, ഞാൻ പുതിയ കണ്ടുപിടിച്ചതാ. ചേട്ടാ നീ എന്താ ചേട്ടാ കണ്ടുപിടിച്ചത്? ഇത് ഒരു റോബോട്ട്. ഈ റോബോട്ട് പറഞ്ഞ ആര് കളവ് പറയുന്നത് അല്ലേ? റോബോട്ട് സത്യം പറയൂ. എന്ത് ചേട്ടാ പറഞ്ഞ? അതെ ഈ റോബോട്ട് പറയും. അത് മാത്രമല്ല ഈ ഒച്ചിൽ ഈ ഒച്ച് ആ റോബോട്ട് കണോട്ട്. ആ റോബോട്ട് സംസാരിക്കും, എവിടെയുണ്ടോ നിന്നോട് പറയും. മാത്രം റോബോട്ടാണ്. ചേട്ടാ അങ്ങനെ ഒന്നുണ്ടോ? അതെ, ഇത് മാത്രം ഈ റോബോട്ട് നിന്നോട് ആര് കളവ് പറഞ്ഞു അത് നിനക്ക് പറയാൻ പറ്റൂ. മാത്രം ഈ ഒച്ച എടുത്തു, ഇതിലും അതേമാതിരി ഞാൻ സെറ്റ് ചെയ്തു. പിന്നെ ഇതിൽ ഫോൺ കോൾ, നീ എവിടെയാണ് കുടുങ്ങിയ അതെല്ലാം കാട്ടിത്തരും. സത്യമാണ് ചേട്ടാ. അതെ ഇതൊരു മാജിക് മതി, കുറച്ച് വെച്ചോ. ചെറിയ താങ്ക്സ് ചേട്ടാ. നല്ല ഒച്ചാണ്, മനസ്സിലായ? ഈ മണി നോക്കാൻ പറ്റൂ എന്നെ പറഞ്ഞു കൊടുത്തു. ശരി താങ്ക് യു ചേട്ടാ. ശരി ഓക്കെ നീ പോയിക്കോണം, മനസ്സിലായ? ചേട്ടൻ പറയാൻ തുടങ്ങി. ഇങ്ങനെ ഹീറോ ഓടിപ്പോകാൻ തുടങ്ങി. അപ്പോൾ ഇരുന്നോ ചേട്ടന്. ചേട്ടാ ഇതെന്താ? അത് തുടരേ. എന്ത് ചേട്ടാ ഇത്? ഇത് ബട്ടർഫ്ലൈ
ക്ലിപ്പ് പറഞ്ഞെന്താ ചേട്ടാ? അതല്ല, നിനക്ക് ഇഷ്ടപ്പെട്ട നിനക്ക് എവിടെ ടെലിപ്പോർട്ടാൻ പറ്റും ചേട്ടാ ഇത്. അല്ലമ്മ, ഈ ഇതുണ്ടാ നിനക്ക് ടെലിപ്പോർട്ടാൻ പറ്റും. ടെലിപ്പോർട്ട് പറഞ്ഞാൽ നിനക്ക് എവിടേക്ക് പോകണം ആഗ്രഹമുണ്ട് അവിടേക്ക് പോകാൻ പറ്റും. സത്യമാണ് ചേട്ടാ. അതെ അതെ സത്യമാണ്. അത്ര ഇത് സൂക്ഷിക്കണം. നിനക്ക് അത്രയൊന്നും അറിയില്ല, നീ സൂക്ഷിക്കണം. നീ മറന്നു പോയത് ചെയ്യാം. അങ്ങനെ ചേട്ടാ അതും ഒരു ബോക്സിലിട്ട് മറച്ചു വെച്ചോ. അയ്യോ ഇവിടെ അടുത്ത് എന്ത് ചെയ്യാന്ന്. ഹീറോയ്ക്ക് അതിന് മേലെ കണ്ണുണ്ടായിരുന്നു. എങ്ങനെ നൈറ്റ് വന്ന് ഇനി തൂക്കോട് ഹീറോയി പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഹീറോയി കോളേജിൽ വന്നു. മച്ചീനോട് പറഞ്ഞു ഹീറോയി തേർഡ് ഇയർ പഠിക്കണം. എന്തടി പറയുന്നത്? ബട്ടർഫ്ലൈ ടാറ്റോ ആണോ? എന്ത് ക്ലിപ്പാ? അതടി ടാറ്റോ അല്ല, ക്ലിപ്പാണ്. അത് ഇട്ടാൽ എനിക്ക് ഇഷ്ടപ്പെട്ട യൊങ്കിന് കാണാൻ പറ്റുമല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പോലെ സംഭവിച്ചില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ഹീറോയി പറഞ്ഞു. ശരി ഓക്കേടി അങ്ങനെയായിട്ട് പറഞ്ഞു. അതെ, അങ്ങനെ ഹീറോയിൻ മെല്ലെ 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 നൈറ്റായി. അങ്ങനെ നൈറ്റായ ക്ലിപ്പിൽ ഹീറോയിൻ ചേട്ടന് അറിയില്ലായിരുന്നു. ആ ക്ലിപ്പ് എടുത്ത് ഒരു മുങ്ങെടുത്ത് ക്ലിപ്പ് എടുത്ത് തലയിൽ വെച്ച് അങ്ങനെ മഞ്ഞ ഡ്രസ്സ് ഇട്ടായിരുന്നു ഹീറോയിൻ. മഞ്ഞ ഡ്രസ്സ് ഈ ഫോട്ടോത്തിൽ കാര്യം മതി. അങ്ങനെയൊക്കെ മെല്ലെ ഇടന്നു പോയി. ഹ്യൂങ്കി സോങ്സ് പാട്ട് പാടി ഡാൻസ് കളിച്ചായിരുന്നു. എല്ലാ ആർമീസറുണ്ടായിരുന്നു. പാട്ട് പാടി ഡാൻസ് കളിച്ചായിരുന്നു അവിടെ. അതെ, ഇവിടെ നൈറ്റായിരുന്നു. രാവിലെ ആയിരുന്നു. അങ്ങനെ രാവിലെ പാട്ട് യോഗ പറയാൻ താടായി നൈറ്റ് പോകാൻ ഇങ്ങനെ ഹീറോയിൻ മറിഞ്ഞ് കാണാം. അത് അവർക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല. അത് ഹീറോയ്ക്ക് എല്ലാം ഫുൾ അതിൽ ബുക്കിൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പോൾ ഷുഗർ എന്ത് ചെയ്യുന്നത് എല്ലാം കണ്ട് ഷുഗറിൻ്റെ വീട്ടിൽ പോകണം. ഷുഗർ ഉറങ്ങുന്നത് ക്യൂട്ടായിട്ട്. വാട്ട് എ ക്യൂട്ട് ക്യാറ്റ് എന്ന് പറഞ്ഞ സൈറ്റ് അടിക്കാറ്. ഷുഗർക്കൊന്നും അറിയില്ല, ടയർഡായിട്ട് ഉറങ്ങിയായിരുന്നു. ശരി നൈറ്റ് വരാം. അങ്ങനെ അവിടുന്ന് മുങ്ങി ഹീറോയ്ക്ക്. അവിടെ ഹീറോയിൻ്റെ വീട്ടിൽ നൈറ്റാണ്, ഇവിടെ രാവിലെയാണ്. അങ്ങനെയായിട്ട് ഹീറോയിൻ പോയിട്ട് നൈറ്റായിരുന്നു. രാത്രി 12 മണിയാണ്. അതെ, ഹീറോ എങ്ങനെയാണ് ഡ്രസ്സ് ഇട്ടിട്ട് അതേ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല കുറച്ച് മേക്കപ്പ് ഓവറായിട്ട് മേക്കപ്പ് ചെയ്ത് ഷുഗർ ഉള്ള പ്ലേസിൽ പോയി. ഷുഗർ റെഡി ആയിട്ട് പാട്ട് സ്റ്റേജിൽ കളിക്കുക. ഷുഗർ ഡാൻസിൽ പാട്ട് പാടി കളിക്കുക.